ഈ പിക്സൽസ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടല്ലോ. അതെ. അപ്പം ഗൂഗിളിന്റെ പിക്സൽസ് ആണ്, GA4ന്റെ പിക്സൽസ് ആണെങ്കിലും ഈ പറയുന്ന FBയുടെ മെറ്റാ പിക്സൽസ് ആണെങ്കിലും ഒരു ആഡ് ബ്ലോക്കർ ഉണ്ടെങ്കിൽ ട്രിഗർ ആവില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? ഐ മീൻ നമുക്കൊരു ആഡ് നമ്മൾ റൺ ചെയ്യാണ് ഗൂഗിളിൽ. ആ ആഡിൽ എൻഗേജ് ചെയ്ത് വരുന്ന ഒരു യൂസർ തൻ്റെ ലാൻഡിംഗ് പേജിലേക്ക് വരികയാണ് അല്ലേ? നമ്മളാണ് അഡ്വർടൈസർ, നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് വരാം. ലാൻഡിംഗ് പേജ് പറയുമ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൽ ലാൻഡിംഗ് പേജിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പം അവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ യൂട്യൂബിലായിരിക്കും ആഡ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ആപ്പിലായിരിക്കും, എവിടെ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആഡ് എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പ്ലാറ്റ്ഫോമാണ്, അവരുടെ ഏരിയ. നമ്മളവിടെ മൗസ് അനക്കി അവന്മാരറിയും അല്ലേ? പക്ഷെ അവിടെ നിന്ന് വിട്ട് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഏരിയ ആണ്. അവർക്ക് എത്രത്തോളം ഇൻസൈറ്റ് അതിൽ കിട്ടുമെന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പിക്സൽസ് യൂസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ വെബ്സൈറ്റിലും അവിടുന്ന് വന്നവനെ നമ്മൾ ഇവിടെയും ട്രാക്ക് ചെയ്യണം അല്ലേ? പക്ഷെ ഒരു ബ്ലോക്കർ അല്ലെങ്കിൽ ഒരു ആഡ് ബ്ലോക്കർ ഉണ്ടെങ്കിൽ അവന് ആ ഡാറ്റ കിട്ടുന്നില്ല. അവിടെ ഞാനൊരു യൂസറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു, അവനിപ്പോൾ അവിടെ എന്തോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കേട്ടെ, ഈ ആഡ് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും അതിനകത്ത്? ബ്രേവ് ബ്രൗസേഴ്സിനൊക്കെ ഇൻബിൽഡ് ആയിട്ട് ആഡ് ബ്ലോക്കേഴ്സ് ഉണ്ട്. പിന്നെ ചില ഫോൺസിനൊക്കെ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ചിലവർക്ക് ഇങ്ങനെ കാണാറുണ്ട്. അപ്പം അതിലൊരു 5 to 10% എടുത്തോ. എന്നാൽ തന്നെ അവിടെ നിന്ന് വരുന്ന കൺവേർഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റാഴിക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കറക്റ്റ്. അപ്പോൾ ഈ പറയുന്ന അതിനെങ്ങനെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എന്ത് ആക്ടിവിറ്റിയാണ് ഒരു ആഡിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്ക് എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാഴിക ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ അവൻ വന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് വലിയ പ്രശ്നമല്ലേ? അപ്പോൾ നമുക്കത് സെർവർ സൈഡ് ടാഗിങ് ചെയ്യാൻ പറ്റും. സെർവർ സൈഡ് ടാഗിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഗൂഗിളിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടി ഡാറ്റയാണ്. അപ്പം ഫസ്റ്റ് പാർട്ടി ഡാറ്റ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഈ അതായത് നമ്മുടെ ആഡിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ ഡാറ്റ നമ്മൾ ഗൂഗിളിന് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ആഡ് ഒപ്റ്റിമൈസ് ആകത്തുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. അതിന് മുന്നേ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് സംസാരിക്കാം. ഈ ആഡ് ബ്ലോക്കേഴ്സിനെയൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അതായത് നമ്മൾ വെബ്സൈറ്റിലേക്ക് ഒരു ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ആഡ് ബ്ലോക്കേഴ്സ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് പാർട്ടി ഒരു പ്ലഗിനാണ് അല്ലെങ്കിൽ മെറ്റാ പിക്സലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അവരവിടെ ട്രാക്ക് ചെയ്യുമ്പോൾ ബ്രൗസർ പറയാണ് ഇവൻ xyz.com വന്നിരിക്കുന്നത്. ഗൂഗിൾ എന്തിനാ ഇവൻ്റെ യൂസറിൻ്റെ ഡാറ്റ ട്രാക്ക് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യും. മെറ്റേന്ന് വരുന്ന ട്രാഫിക്കും ഇവൻ xyz.com വന്നേ, ഇവരെന്തിനാണ് എന്തിനാ ഇവിടെ കിടന്ന് കളിക്കുന്നത്, അവനെയും ബ്ലോക്ക് ചെയ്യും. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ iOS കംപ്ലീറ്റ് ബ്ലോക്ക്ഡാ. ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ ട്രാക്ക് ചെയ്യണ്ട. പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവർ സൈഡ് ടാഗിങ്. അതായത് നമ്മൾക്ക് തന്നെ ഒരു സെർവർ സെറ്റ് ചെയ്യാം. അതായത് അവിടെ അതായത് നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള, നമ്മുടെ വെബ്സൈറ്റ് വെച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഗൂഗിളോ മെറ്റോ ചെയ്യുന്ന ട്രാക്കിംഗ് നമുക്ക് തന്നെ ചെയ്യാം. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ആളുടെ സെഷൻ ടൈം അല്ലെങ്കിൽ അവൻ്റെ കുക്കീസ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെർവർ സൈഡിൽ. ഇപ്പം ഉദാഹരണത്തിന് മെറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സ്റ്റേപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് മെറ്റ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാസ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കുമല്ലോ കൂടുതൽ യൂസ് ചെയ്യാം. ഇപ്പം ഷോപ്പിഫൈ ആണ് വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് ഇ-കൊമേഴ്സ് പ്രൊവൈഡർ. അപ്പോൾ അതിൽ സ്റ്റേപ്പിന്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യലാണോ? യെസ്, അതിനകത്ത് സ്റ്റേപ്പ് ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയില്ല. എനിക്ക് ഒന്ന് കീ പ്ലേയേഴ്സിന് പോലും അത് അറിയില്ല. സെർവർ സൈഡ് എനിക്കൊന്ന് ടാഗിങ് ഞാൻ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുക. സെർവർ സൈഡ് ടാഗിങ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ ബ്ലോക്കേഴ്സ് ഒന്നും അതിൽ എഫക്ട് ചെയ്യത്തില്ല. നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്റ്റേപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന കീ ഇവൻസും അതുപോലെ തന്നെ യൂസർ ഡാറ്റ നമ്മുടെ സെർവറിൽ, നമ്മുടെ അണ്ടറിലുള്ള സെർവറിൽ സ്റ്റോർ ചെയ്യുന്നു. ബാക്ക് എൻഡ് വഴി നമ്മളത് ഗൂഗിളിനും മെറ്റയ്ക്കും തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിനാണ് ഈ ഓഫ്ലൈൻ കൺവേർഷൻ API എന്ന് പറയുന്നത്? യെസ്, അതെ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ കൺവേർഷൻ API എന്ന് പറയുന്നത് കൺവേർഷൻ API. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിനകത്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആഡ് കൊടുക്കുന്നു. നമ്മൾ ആഡ് കൊടുത്ത് നമ്മൾ പറയും അവിടെ ഡ്രൈവ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരുന്നു. വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ iOS ആപ്പിലേക്ക് വിടുകയാണെങ്കിൽ അവിടെ ഗൂഗിളിന് മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതായത് ഈ ആള് വന്നു, ഈ ആള് ഇന്ന
കൺവേർഷൻ ചെയ്തു, ഇത്ര കൺവേർഷൻ വാല്യൂ ഉണ്ട്, എന്നിട്ട് അത് തിരിച്ച് ഗൂഗിളിനെ പറഞ്ഞു കൊടുക്കണം, ഇതായിരുന്നു നിങ്ങളിപ്പോൾ 10 കസ്റ്റമറിൽ വിട്ടതിൽ 2 പേര് ഇത്രയും എമൗണ്ടിന് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അതായത് അവർക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? ആ ഒരു ആഡ് ഒപ്റ്റിമൈസ് ആവും, കൂടുതൽ ലേൺ ചെയ്യും. അതായത് നമ്മൾ പലപ്പോഴും ഇപ്പം എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഒരു ആഡ് ഒപ്റ്റിമൈസ് ആയി വരാൻ. അതല്ലാതെ ലേണിംഗ് പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ഏജൻസികളിലും അല്ലെങ്കിൽ പല ക്ലയൻസും പറയുന്നുണ്ട് നമ്മൾ ആഡ് കൊടുത്തിട്ട് ലീഡൊന്നും വരുന്നില്ല. പക്ഷെ ആ വരുന്ന ലീഡിനെ, അല്ലെങ്കിൽ ഇതൊരു മെഷീൻ ലേണിങ്ങിലാണ്, ML വർക്ക് ചെയ്യുന്നതാണല്ലോ ഈ അൽഗോരിതം. അപ്പോൾ അതൊരു ആഡ് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ അതൊരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്നപ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിപ്പിക്കണം, അത് കഴിയുമ്പം ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിക്കണം, അത് കഴിയുമ്പോൾ സെന്റൻസ് ആക്കി കൊടുക്കണം, ആ സെന്റൻസ് പിന്നെ അതുപോലെ ആ സെന്റൻസ് എഴുതി പഠിപ്പിക്കണം. അതല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന അത്തരത്തിലാണ്. എന്ന് പറയുന്ന പോലെ നമുക്കൊരു കൺസിഡർ ഒരു 100 ലീഡ് കൺസിഡർ ചെയ്യാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കൺവേർഷൻസ് എല്ലാം സെയിൽസ് അല്ല, സെയിൽസ് എല്ലാം കൺവേർഷൻസും അല്ല. അപ്പം അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന കൺവേർഷൻസ് ചിലപ്പോൾ ഒരു വാട്സപ്പ് ബട്ടൺ കൺവേർഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. രണ്ടാമത് സെൻഡ് മെസ്സേജ് ഒരു അടുത്ത കൺവേർഷൻ. പിന്നെ സബ്മിറ്റ് ബട്ടൺ, മുകളിലത്തെ കോൺടാക്ടസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഒരു കൺവേർഷൻ ആയിട്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തിനൊക്കെയാണ് കൺവേർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യുന്ന ഒരു കൺവേർഷൻസ് ആണ്. ഇതിലെ നമുക്ക് കൺവേർഷൻസ് ഈ പറയുന്ന മെറ്റയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അത്തരത്തിൽ കാണിക്കുകയും നമുക്ക് സെയിൽസ് ഇല്ലതാണ്. ഐ മീൻ സെയിൽസ് ചിലപ്പം 100 സെയിൽസ് നടക്കുന്നുണ്ടായിരിക്കും, അത് വെറും 3-4 സെയിൽസ് ആയിരിക്കും ചിലപ്പോൾ ആഡിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ആ ആട്രിബ്യൂഷൻ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇതിലൊരു നെഗറ്റീവ് ഈ ഓഫ്ലൈൻ കൺവേർഷൻസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്യാമ്പയിൻസ് ലൈവായി, ഈ ലൈവായിരുന്ന ക്യാമ്പയിൻസിൽ നിന്ന് കുറച്ച് ട്രാഫിക് നമുക്ക് വെബ്സൈറ്റിലേക്ക് വരികയും അവിടെ പർച്ചേസ് നടക്കുകയും ചെയ്തു. അതെ. അപ്പോൾ ഈ CRM-ൽ നമ്മൾ ഈ പറയുന്ന ഓഫ്ലൈൻ കൺവേർഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലീഡ് അവർ തന്നു, ആ ലീഡ് കൺവേർട്ട് ആയോ ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ തിരിച്ച് ഗൂഗിളിനോട് പറയുന്നില്ല, അല്ലെങ്കിൽ മെറ്റയോട് പറയുന്നില്ല. കറക്റ്റ്. അതേസമയം നമ്മൾ CRM ഇൻ്റഗ്രേഷൻ ഓഫ്ലൈൻ കൺവേർഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കൺവേർഷൻസ് നമ്മൾ CRM-ലേക്ക് വന്നു, ഐ മീൻ ലീഡ്സ് വന്നു. ഈ ലീഡ്സ് GCL ID കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് ഗൂഗിൾ ക്ലിക്ക് ഐഡൻറ്റിഫയർ. നമ്മളൊരു ഗൂഗിൾ ആഡ്സിൽ നിന്ന് ഒരു ക്യാമ്പയിനിലൂടെ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അത് ടാഗ്ഡ് ആയിരിക്കും. അതായത് എങ്ങനെ എനേബിൾ ചെയ്യാന്ന് വെച്ചാൽ അത് അറിയാത്തവർക്കും കൂടെ പറയാം. അക്കൗണ്ട് സെറ്റിംഗ്സിൽ ഓരോ ക്യാമ്പയിൻ്റെ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ ടാഗിംഗ് എന്ന് പറയുന്ന സാധനം എനേബിൾ ചെയ്യാം. ഇപ്പം CRM ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ FBയിലാണെങ്കിൽ FBCL ID. FBCL യെസ്. അപ്പോൾ അവിടെ അത് എനേബിൾ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും യൂണീക്ക് ഐഡിയ. അപ്പം ഷാൻ പറഞ്ഞ പോലെ കറക്റ്റാണ്, ഒരു യൂണീക്ക് ഐഡിയ ആണ്. അപ്പം അവിടെ നിന്ന് ഒരു ലീഡ് എൻ്റെ CRM-ലേക്ക് വരുമ്പോൾ ആ GCL ID അവിടെ ടാഗ്ഡ് ആവും. അപ്പോൾ അത് അവിടെ കൺവേർട്ടായി എന്ന് വിചാരിക്കുക, CRM-ൽ കൺവേർട്ടായി. അതായത് നമ്മുടെ ലീഡ് സ്റ്റേജ് കൺവേർട്ടഡ്, പെയ്ഡ്. മനസ്സിലായി. ഈ ഡാറ്റ CRM-ൽ നിന്ന് ഗൂഗിളിന് തിരിച്ചു പോകും. ബേസിക്കലി നമ്മുടെ കേസിൽ e-commerce വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ തിരിച്ചു വിടുന്നു. അതെ, കൺവേർഷൻ നിങ്ങളുടെ ആഡിൽ എൻഗേജ് ചെയ്ത് എൻ്റെ വെബ്സൈറ്റിലേക്ക് വന്ന ആ ഒരു യൂസർ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവർ ആ ഒരു FBയിൽ മെറ്റയിൽ പറയുകയാണെങ്കിൽ കസ്റ്റമർ മാച്ച് ഇവന്റ്, അത് സക്സസ് ആയിട്ട് ഡാറ്റ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ML ലേൺ ചെയ്യാണ്, ഓക്കെ ഇവനെ പോലുള്ള ഈ തരത്തിലുള്ള ഓഡിയൻസിനെയാണ് കൂടുതൽ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ നിലവിലെ ഇപ്പോൾ ഈ പറയുന്ന ഓഫ്ലൈൻ കൺവേർഷൻസ് ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തിടത്തോളം എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്കൊരു 10 ലീഡ് വന്നു. ആ ഒരു 10 ലീഡിൽ ക്വാളിറ്റി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഈ 10 ലീഡ് വന്നു, അതായത് ആ ഒരു ആഡ് കണ്ട് എൻഗേജ് ചെയ്ത ആളുകളെ തന്നെയാണ് കൂടുതൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ ക്യാമ്പയിൻ കാണിക്കുകയും അവിടെ ഈ പറയുന്ന ലീഡ്സ് വരും. പക്ഷേ ക്വാളിഫൈഡ് ലീഡ്സ്, അതായത് ഈ പറയുന്ന നമ്മുടെ ഓഫ്ലൈനിൽ ചിലപ്പോൾ അതൊരു വാക്കിൻസ് ആയിട്ടായിരിക്കും. അപ്പം വാക്കിൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വന്ന കസ്റ്റമറിൻ്റെ തന്നെ പേരും ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സും തരും. ആ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ CRM-ലേക്ക് ആഡ് ചെയ്യുമ്പോഴും അവിടെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ അങ്ങനെയും ഈ പറയുന്ന കൺവേർഷൻസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ടുള്ള ഇതുപോലെ പർച്ചേസിങ് പവറുള്ള
ആ ഒരു യൂണീക്ക് ഓഡിയൻസിലായിട്ട് കറക്റ്റ് അവർക്ക് ലേൺ ചെയ്ത് അത് സെർവ് ചെയ്യാൻ പറ്റും. അതായത് ബേസിക്കലി നമുക്ക് ഒരാള് ഒരു 100 കസ്റ്റമറെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആളോട് തിരിച്ചു പറയാണ് ഈ 100 കസ്റ്റമറിൽ ഇതാണ് ഈ 10 കസ്റ്റമേഴ്സാണ് നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്, ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനെ കൂടുതലുണ്ടാവും, ബാക്കിയുള്ള 90 ഞങ്ങൾ ഇതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെർവർ സൈഡ് ടാഗിങ്ങിൻ്റെ കാര്യം കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മെറ്റയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഗൂഗിളിൻ്റെ GA4 തന്നെ പിക്സൽസ് ഈ പറയുന്ന സെർവർ സൈഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെയും സെർവർ സൈഡ് ടാഗിങ് ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ടാഗിങ്ങും ചെയ്ത് ഈ പറയുന്ന CRM ഇൻ്റഗ്രേഷൻ ഓഫ്ലൈൻ കൺവേർഷൻസ് ട്രാക്കിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമ്പയിൻ പറക്കും. സീരിയസ്ലി പറയാം. കാര്യം നമ്മൾ ഈ പറയുന്ന ക്യാമ്പയിൻസിന് പറയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തരത്തിൽ നിങ്ങൾ തന്നിരുന്ന ലീഡ്സിൽ നിന്ന് ഈ ഒരു നമ്പർ ഓഫ് ലീഡ്സ് കൺവേർട്ടായി, ഇതാണ് കൺവേർട്ട് ആയവരുടെ ലിസ്റ്റ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് ഇന്നാ പിടിച്ചോ, അപ്പോൾ അവരെന്ത് ചെയ്തു, ആ ഒരു കറക്റ്റ് ഓഡിയൻസിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങുകയും ആ ഒരു നമുക്കിപ്പോൾ ഈവൻ പലർക്കും അറിയാത്ത കാര്യമുണ്ട്, ഷാൻ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കസ്റ്റമർ ഇവൻറ്റ്സ്. ഇപ്പം 3 പ്രോഡക്റ്റുകൾ കാർട്ടിലേക്ക് ആഡ് ചെയ്ത യൂസേഴ്സ്, അതുപോലെ തന്നെ 4 പ്രോഡക്റ്റ് ആഡ് ചെയ്ത യൂസേഴ്സ്, 6 പ്രോഡക്റ്റ് ആഡ് ചെയ്ത യൂസേഴ്സ്, ഇവരെന്നിട്ട് ചെക്കൗട്ട് ചെയ്യാതെ സൈറ്റിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ അബാൻഡൻ കാർട്ടായി അല്ലേ. അപ്പോൾ നമ്മളവിടെ കസ്റ്റം ഇവൻറ്റ്സ് FBയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി റീമാർക്ക് ദാം. അതായത് 6 പ്രോഡക്റ്റുകൾ അതായത് വലിയൊരു എമൗണ്ട് ആയിരിക്കും, 2 പ്രോഡക്റ്റ് ചെറിയ എമൗണ്ട് ആയിരിക്കും. ആ 6 പ്രോഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത ആളുകളെ നമുക്ക് റീടാർഗറ്റ് ചെയ്യാം ആ ഇവന്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ.